തൊമ്മൻകുത്തിൽ കുരിശ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെന്റ് തോമസ് ഇടവക വിശ്വാസികളുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം സെന്ററിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിശുദ്ധ വാരത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിലേറ്റ മുറിവാണിതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പട്ടയമില്ലെന്ന പേരിൽ 6.5 പതിറ്റാണ്ടായി കുടിയേറി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഭൂമി വനംവകുപ്പിന്റേതെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ല. വണ്ണപ്പുറം പഞ്ചായത്തിലെ എല്ലാ മതസ്ഥരുടെയും ഭൂരിപക്ഷം ആരാധനാലയങ്ങളും പട്ടയമില്ലാത്ത ഭൂമിയിലാണുള്ളത്. സമീപ പഞ്ചായത്തുകളായ കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തിലെയും സ്ഥിതിയും വ്യത്യസ്തമല്ല. പിന്നെ എന്തുകൊണ്ട് നാരങ്ങാനത്ത് കർഷകൻ കൈവശ ഭൂമി രേഖാമൂലം പള്ളിക്ക് എഴുതി നൽകിയ വസ്തുവിൽ കുരിശ് സ്ഥാപിക്കുന്നത് കയ്യേറ്റമാകുന്നുവെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു. പള്ളിക്ക് കിട്ടിയ സ്ഥലമാണെങ്കിൽ ആ കുരിശാടെ വെച്ചിരിക്കും. അത് ഈ വെള്ളിയാഴ്ച അവിടെ പരിഹാര പ്രതിഷ്ഠം പോവുകയും ചെയ്യും. ആയിരങ്ങളുടെ സാക്ഷി നിർത്തി പറയുകയാണ്, അവിടെ ദുഃഖ വെള്ളിയാഴ്ച അവിടെ പരിഹാര പ്രതിഷ്ഠം പോകും, അവിടെ പ്രാർത്ഥന നടത്തപ്പെടും. നിങ്ങൾ ആ കുരിശ് അവിടെ കൊണ്ട് സ്ഥാപിച്ചില്ലെങ്കിൽ വേറെ അവിടെ കുരിശ് വരും. അതിനുവേണ്ടി ഒരു മത്സരപ്പെടുത്താൻ വേണ്ടി വരണ്ട. ഈ നിൽക്കുന്ന പോലീസുകാരല്ല, 1000 പോലീസുകാർ വന്നാലും അതിനുള്ള ആളുകൾ തൊമ്മക്കുത്തിലുണ്ട്, ഇറങ്ങുന്നുള്ള കാര്യം പറയുകയാണ്. അധികാര ദുർവിനിയോഗം ചെയ്ത റേഞ്ച് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പിഴുതെടുത്ത കുരിശ് തിരികെ സ്ഥാപിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. നാരങ്ങാനം പ്രദേശത്തെ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ട് വർഷങ്ങളായെന്നും വനംവകുപ്പിനെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകാത്തത് കർഷക ദ്രോഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടവക വികാരി ഫാദർ ജോർജ് ഐക്കരമറ്റത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിബിൻ അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം.